വീഴ്ചയൊക്കെ സ്വാഭാവികം ഉണ്ടാവും, അതുകൊണ്ട് നടപടിയെടുക്കുന്നു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ, ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലുണ്ടായില്ലല്ലോ. അപ്പോൾ അത് കാണാതെ ഇത് മാത്രം പ്രവൃത്തി ചെയ്യേണ്ട കാര്യമില്ല. തുടർച്ചയൊന്നുമില്ല, ഒരു അതേ 1-2 ഉണ്ടാവും, അത് കഴിഞ്ഞില്ലേ. പിന്നെ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനത്തിലെ കേരളം, അത് 2 ചൂണ്ടിക്കാണിച്ച് ഇതോടുകൂടി എല്ലാ ഓപ്പറേഷൻ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കണം. കേരളത്തിന് മുമ്പ് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? പറയട്ടെ, ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കും, ചിലപ്പോൾ ഭാവിയിൽ സംഭവിക്കും. അത്തരം കാര്യം പറഞ്ഞാൽ ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ ജനപ്രതിനിധികളോട് വളരെ വിയോജിപ്പാണ് ഈ ഒരു കാര്യത്തിൽ. ഒരിക്കലും നിങ്ങൾ ഇതൊന്നും പറയാൻ പാടില്ല. ഇത് പണ്ട് ഇനി എന്ത് സംഭവിച്ചു, അന്നൊക്കെ സംഭവിച്ചു, ഇതിന് പിന്നെ എന്താണ് പ്രശ്നം, അങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി പറയേണ്ടത്? അല്ലെങ്കിൽ സംഭവിച്ചു, അതിന് നടപടിയെടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, അതാണ് പറയേണ്ടത്. അല്ലാതെ കേരളത്തിൽ ആദ്യമായിട്ടാണോ നടക്കുന്നത്? ഇതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. നിങ്ങൾ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരിക്കലും ഇത് പറയുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഇപ്പോൾ നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ പോലും ഒരു പിഞ്ചു കുഞ്ഞ് ചികിത്സാപ്പിഴവ് മൂലം മരിച്ചു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ടി വിക്കകത്തിൽ. അപ്പോൾ ഒരിക്കലും നമുക്ക്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക്, അല്ലെങ്കിൽ സർക്കാരിന്, ആർക്കും, ഹോസ്പിറ്റൽ അധികൃതർക്ക് ആർക്കും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതിന് ഉത്തരവാദിത്വം പറയുക തന്നെ വേണം.